നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇപ്പം എപ്പോഴും എവിടെയും അഴിമതി ജനകീയവൽക്കരിച്ച ഒരു നാടായി നമ്മളെ കേരളം മാറിയിട്ടുണ്ട്. താഴെ മുതൽ മുകളിൽ വരെ, ഗ്രാമപഞ്ചായത്ത് മുതൽ നിയമസഭ വരെ അങ്ങനെയാണെന്ന് തോന്നുന്ന തരത്തിലാണ് വാർത്തകളും സംവിധാനങ്ങളും എല്ലാം വരുന്നത്. ഇപ്പോൾ കൊറ്റങ്കര പഞ്ചായത്തിൽ അടുത്ത കാലത്തായി നടന്ന ഈ അംഗനവാടിയിൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരാണെന്ന് ആലോചിക്കണം. അതിലെ 100-800 പേരെ ഇന്റർവ്യൂ നടത്തുക, അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ എടുക്കുക. അതിനെതിരെ ഇപ്പൊ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള പാർട്ടികളാണ് സമരം നടത്തുന്നത്. ഇവർ ഭരണപക്ഷത്തുള്ളവരും ഇത് നടന്നാൽ അന്നത്തെ പ്രതിപക്ഷം ചെയ്യും. പക്ഷേ അപ്പം ഈ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസമില്ലാത്ത തരത്തിലുണ്ട്. എങ്കിലും അങ്ങനെ ഒരു സമരം നടത്തുന്ന നല്ല കാര്യം. ആ സമരം നടത്തി നീതി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ മെഗാ ക്വിസിനെ കുറിച്ചുള്ള വാർത്തകൾ, മറ്റു വാർത്തകൾ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. എല്ലാ സമുദായ സംഘടനകളും ഒന്നിച്ചിറങ്ങിയാലും ജനശക്തിക്ക് മുന്നിൽ അവർ പരാജയപ്പെടും. കോൺഗ്രസ് CDPO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എല്ലാ സമുദായ സംഘടനകളും ഒന്നിച്ചിറങ്ങിയാലും ജനങ്ങളുടെ സംഘശക്തിക്ക് മുന്നിൽ അവർ പരാജയപ്പെടുമെന്ന് KPCC ജനറൽ സെക്രട്ടറി BRM ഫെബീർ കൊറ്റങ്കര പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ അനർഹരെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് UDF കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CDPO ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദ് കോണിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം, പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺമാരായ മണ്ഡലം പ്രസിഡന്റുമാരായ നിസാർ പാലവിള, വിനോദ് G പിള്ള, ഗോപകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജീവ്, അനീസ് തോട്ടത്തിൽ, റജില, അബ്ദുൽ സലാം, സുനിൽകുമാർ, റഹീം, ഷറഫ് കുണ്ടറ, സുദേവൻ, ശ്രീകുമാർ, G കുമാർ, റഹീം ഖാൻ, ഗീത, ഐശ്വര്യ, ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു. എങ്ങനെ നിങ്ങൾ കഴിയും? എങ്ങനെയാണ് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പറ്റുക? ഇന്നലിപ്പോ സമുദായ സംഘടനകൾ ഒന്നാകെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ തോൽപ്പിച്ച് അടങ്ങുള്ളെന്ന് പറഞ്ഞാണ്. എന്താണ്? UDF വേണ്ട, എല്ലാ സമുദായ സംഘടനകളും ഒരുമിച്ചിറങ്ങിയാലും ആ തിട്ടൂഴകൾക്കും അപ്പുറത്താണ് ജനങ്ങളുടെ സംഘശക്തി എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. ഭരണകൂടത്തെ കുറിച്ച് പറയാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ മതം തിരയുകയാണ്. അതാണ് മത്സരിച്ച് ജയിച്ചവരുടെ മതമാണ് ചോദിക്കുന്നത്, പേരാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മന്ത്രിമാരാണ്. അല്ലേ അല്ലേ? ഇതിൽപ്പെടെ ഒരു ഗതികേട് വേറെയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ കൊല്ലം കോർപ്പറേഷൻ നമുക്ക് കിട്ടുമെന്ന്? വിചാരിച്ചു? അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് വിദ്യാഭ്യാസ ജില്ലാതല മത്സരം പൂർത്തിയായി. കേരളത്തിൻ്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിൻ്റെ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരം പൂർത്തിയായി. സംസ്ഥാനത്ത് 40 വിദ്യാഭ്യാസ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന മത്സരത്തിൽ 12,992 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ തല പ്രാരംഭഘട്ട മത്സരത്തിൽ വിജയികളായ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. രാവിലെ 9-ന് എല്ലാ കേന്ദ്രങ്ങളിലും രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10:30-ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ മൊബൈലിൽ ലഭിച്ച OTP ഉപയോഗിച്ച് ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്ത് 11-ന് ക്വിസ് മത്സരങ്ങൾ സംസ്ഥാന വ്യാപകമായി നടന്നു. വിദ്യാഭ്യാസ ജില്ലാതല ഘട്ടങ്ങളിൽ വിജയിക്കുന്ന 10 ടീമുകൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടും. ജില്ലാതല ക്വിസ് മത്സരങ്ങൾ ജനുവരി 28-ന് തുടങ്ങും. ജില്ലകളിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ
വെച്ച് സ്പെഷ്യൽ ക്വിസ് മെഗാ ഷോകളാണ് സ്കൂളുകൾ, കോളേജുകൾ മത്സരം നടത്തുക. തുടർന്ന് ഫെബ്രുവരി 3-ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ തിരുവനന്തപുരത്ത് നടക്കും. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് സ്കൂൾതല മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 5 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. കോളേജ് തല മത്സരാർത്ഥികൾക്ക് ഒന്നാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 2 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. മൊമൻറ്റോ, പ്രശസ്തി പത്രം എന്നിവയും വിജയികൾക്ക് ലഭിക്കും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഓൺലൈൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സുതാര്യമായ രീതിയിൽ ക്വിസ് മത്സരം നടത്തുന്നത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സീഡിറ്റ് ആണ് സാങ്കേതിക സഹായം ഒരുക്കുന്നത്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. സ്കൂൾ വാർഷികം. കുണ്ടറ MGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 110-ാം വാർഷികവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനം നടന്നു. പൊതുസമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജോയ് V. തോമസ് അധ്യക്ഷത വഹിച്ചു. സ്മാർട്ട് ക്ലാസിൻ്റെ ഉദ്ഘാടനം PC വിശ്വനാഥ് MLA നിർവഹിച്ചു. കാത്തോലിക്കേറ്റ്സ് ആൻഡ് MGD സ്കൂൾ മാനേജർ ഡോക്ടർ സക്രിയാസ് മാർ സെവോറിയോസ് മെത്രാപോലീത്ത അനുഗ്രഹ പ്രകാശനവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. പ്രിൻസിപ്പൽ സജി വർഗീസ്, ഹെഡ്മാസ്റ്റർ ഫിലിപ്പ് M. ഏലിയാസ്, കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് G. വിനോദ് കുമാർ, ഫാദർ VG കോശി വൈദ്യൻ, ജോൺ C. ഡാനിയൽ, ഫാദർ P. തോമസ് പണിക്കർ, ഫാദർ എബ്രഹാം M. വർഗീസ്, ബിനു കോശി, ഷീബ മാത്യു, T. ഡോവൽ, സജിനി സോളമൻ, ആഷമ്മ എബ്രഹാം, ഷീജ K. ഫിലിപ്പ്, കുമാരി ജെറിൻ ജോയ്, ആശ തോമസ്, റോസമ്മ ഡേവിഡ്, GC K. ജോർജ്, BC ബിജു എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും നല്ല പൗരന്മാരെ വ്യക്തികളെ സമൂഹത്തിനും രാഷ്ട്രത്തിനും സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. അല്ലാതെ പുസ്തകപൂർവ്വ സൃഷ്ടിക്കുന്നതല്ല വിദ്യാഭ്യാസം. പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും ഒരേപോലെ പ്രാവീണ്യമുള്ള, സാമൂഹിക വീക്ഷണവും പ്രതിബദ്ധതയുമുള്ള, സർഗാത്മകമായ കഴിവുകളുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ സമൂഹത്തിന് സംഭാവന ചെയ്യുമ്പോഴാണ് രാഷ്ട്രം കൂടുതൽ സർഗാത്മകമായി കണ്ടുവരുന്നത്. അവിടെയാണ് ശരിയായ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ കഴിയുമ്പോൾ, പരസ്പര വിശ്വാസവും സൗഹൃദവും സാഹോദര്യവും നിലനിൽക്കാൻ കഴിയുന്നത് ഇത്തരമൊരു സമൂഹത്തിലാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ മികവാർന്ന വ്യക്തികളെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന അർജനയുടെ കാരണം നമ്മുടെ കലാലയങ്ങളാണ്. നമ്മുടെ കലാലയങ്ങളുടെ ക്യാമ്പസ് വളർന്നു വരുന്ന പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രം രൂപപ്പെടുന്നത്, ഒരു സമൂഹം രൂപപ്പെടുന്നത്
ഒരു ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലാണ് ഒരു സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രം രൂപപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നതിൽ, ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു മാധ്യമമാണ് വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന അപജയങ്ങൾ സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന വിലക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ പ്രതിഫലിക്കും. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നയി ചേതന കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. കുടുംബശ്രീ ജെൻഡർ ക്യാമ്പയിനായ നയി ചേതനയുടെ ഭാഗമായുള്ള രംഗശ്രീ സംസ്ഥാനതല കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. മനോജ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അധ്യക്ഷത വച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതി, സ്ഥിരം സമിതി അധ്യക്ഷരായ B. പ്രസന്നകുമാർ, രാധാമണി, ശ്രീജിത്ത്, പഞ്ചായത്തംഗങ്ങളായ നാൻസി, ഡിജി, ജെൻഡർ DPM ബീന, കമ്മ്യൂണിറ്റി കൗൺസിലർ P. സുമ എന്നിവർ സംസാരിച്ചു. രംഗശ്രീ കലാജാഥ ടീം കലാപരിപാടികൾ അവതരിപ്പിച്ചു. ലിംഗസമത്വം, ലിംഗബോധം, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, കുടുംബശ്രീ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭിക്കുന്ന വിവിധ പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണമാണ് കലാജാഥയിലൂടെ നടന്നത്. കണ്ടൽ സംരക്ഷണമായി കുട്ടിക്കൂട്ടം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുപ്പും ലക്ഷ്യമിട്ട് മൈനാഗപ്പള്ളി ശ്രീ ചിത്രവിലാസം UP സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മൺട്രോത്തുരത്ത് കണ്ടൽ ചെടികൾ നട്ടു. തീരപ്രദേശങ്ങളുടെ സ്വാഭാവിക സുരക്ഷാ കവചമായ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ സന്ദർശനം. മൺട്രോത്തുരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ നെപ്പോളിയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അർഷാദ് മന്നാനി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ പരിസ്ഥിതി പ്രവർത്തകൻ ശ്യാംദേവി ശ്രാവണം മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനീത, പഞ്ചായത്തംഗങ്ങളായ സന്യാ സുനിൽ, കവിത സുദർശനൻ, ഹെഡ് മിസ്ട്രസ് S. ജയലക്ഷ്മി, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ MR സുനീഷ്, സ്റ്റാഫ് സെക്രട്ടറി സൈജു, അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ, ജിജ, ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. സെലൻ സ്പോർട്സ് ക്ലബ് ജേതാക്കൾ. ജില്ലാ യൂത്ത് ലീഗ് ഫുട്ബോൾ അണ്ടർ-13 ചാമ്പ്യൻഷിപ്പിൽ സെലൻസ് ഫുട്ബോൾ സ്പോർട്സ് ക്ലബ് മയ്യനാട് ജേതാക്കളായി. ഫൈനലിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് കൊയിലോൺ സോക്കർ ക്ലബ്ബ് കുണ്ടറയെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. ടൂർണമെൻറ്റിലെ മികച്ച താരമായി സെലൻസ് ക്ലബ്ബിലെ ഹമീദിനെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും നടത്തി. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പന്മന മഞ്ചേഷ് അധ്യക്ഷത വഹിച്ചു. DFA ഭാരവാഹികളായ ദ്വാരക മോഹൻ, GK ഗംഗാധരൻ, സെക്രട്ടറി ഹിജാസ് A, ആദം കുര്യൻ, പ്രേം നവാസ്, സനോവർ, കണ്ണപ്പൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡൽ കുടിശ്ശികയും ഗ്രാൻറ്റും ഉടൻ വിതരണം ചെയ്യണമെന്ന് KPMS. SSLC, +2 മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും നൽകി വരുന്ന സ്വർണ്ണ മെഡൽ വർഷങ്ങളായി നൽകുന്നില്ല. ഈ സ്വർണ്ണ മെഡലും ഗ്രാൻറ്റ് സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീസും ഉടൻ വിതരണം ചെയ്യണമെന്ന് KPMS സംസ്ഥാന ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. സംഘടനാ സെക്രട്ടറി ഇളമ്പുളൂർ തുളസി ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് ചിറേടി അധ്യക്ഷത വഹിച്ചു. ദേവരാജൻ ചോലയിൽ, മണിലാൽ കാഞ്ഞാവളി, KPYM സംസ്ഥാന കൺവീനർ പ്രതീഷ് ബാലൻ, സന്തോഷ് തണ്ണിക്കോട്, ലൈജു പുന്നത്തടം, ദേവദാസൻ, കുണ്ടറ ഓമനക്കുട്ടൻ, മാളൂബി, രാജേഷ്, സുലജ എന്നിവർ സംസാരിച്ചു. തരങ്കിണി രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നെല്ലില്ല തരങ്കിണി കലാ കായിക സമിതിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് മന്ത്രി KN ബാലഗോപാൽ ലോഗോ പ്രകാശനം ചെയ്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകൾ, ഭക്ഷ്യക്കിറ്റ്, പഠനോപകരണ വിതരണം തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടക്കും. ക്ലബ്ബ് പ്രസിഡന്റ് ജോസി ജോൺ, വൈസ് പ്രസിഡന്റ് T. ബിജു, കൺവീനർ ജോൺസൺ, ജോയിന്റ് കൺവീനർ റോബിൻ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇതിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള 28 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. 1 മാസം 1 ഹ്രസ്വചിത്രം, 2 മാസം 25 ഹ്രസ്വചിത്രങ്ങൾ പൂർത്തിയാക്കിയ
സന്തോഷം ഞങ്ങൾ പങ്കിടുന്നു. അത് ഞങ്ങളെ സഹായിച്ച നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്. ഒപ്പം ഞങ്ങളോട് ചേർന്ന് നിന്ന വിരലിൽ നിന്നാവുന്ന 2-3 പേരുണ്ട്. അവരോടുള്ള കടപ്പാടും സ്നേഹവും ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. 3ാം എഡീഷൻ ഈ മാസം ആരംഭിക്കും. ഈ ജനുവരിയിൽ ആരംഭിക്കും. 3ാം എഡീഷനിലെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുക. നിലവിലുള്ള സിനിമകൾ കാണാൻ കഴിയുന്നവരൊക്കെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നാളെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.